എന്നാൽ ഈ സമയം റേഡിയോ സ്റ്റേഷനിലെ ഇൻ്റർവ്യൂവിനിടയിൽ റാൻഡം കോൾസ് ഓരോരുത്തരായി ചെയ്യുന്നു. സഞ്ജയ ചെയ്ത കോള് വരുന്നത് ഇംസോളിനാണ്. സഞ്ജയ തന്നെ പരിചയപ്പെടുത്തിയിട്ട്, അറിയുമോ, ഞാൻ എക്ലിപ്സ് ബാൻഡിലെ അംഗമാണ് എന്നൊക്കെ പറയുമ്പോഴും ഇംസോൾ എനിക്കാരെയും അറിയില്ല എന്ന് പറഞ്ഞ് കോൾ കട്ട് ചെയ്യാൻ പോകുന്ന സമയം ആർജെ പറയും, ഓക്കെ, നിങ്ങൾക്ക് ലക്കുണ്ട്, നിങ്ങൾക്ക് സ്നീക്കേഴ്സ് ഗിഫ്റ്റായിട്ട് തരുന്നുണ്ട് എന്നെല്ലാം പറയുന്നു. ഇംസോൾ വളരെ വയലൻ്റായി സംസാരിച്ചു. ചില സ്ഥലങ്ങളിൽ ആളുകൾക്ക് ജീവിക്കാൻ പോലും താല്പര്യമില്ലാത്തവരുണ്ട് എന്ന് പറഞ്ഞു. ആർജെ കോൾ കട്ട് ചെയ്യാൻ പോകുന്ന സമയം സഞ്ജയ സംസാരിക്കുന്നു. നിങ്ങൾ ജീവിക്കുന്നതിന് നന്ദി. ഇതായിരിക്കും നിങ്ങളുടെ കുടുംബത്തിലുള്ളവരും ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ജീവിച്ചിരിക്കുന്നതിന് അവർ സന്തോഷത്തിലായിരിക്കും. അതിനാൽ ജീവിച്ചിരിക്കുക. ഇംസോൾ അവളുടെ അമ്മയെ ഓർത്ത് കരയുന്നു. അവിടേക്ക് അവളുടെ അമ്മ വന്ന് ഒന്നും അറിയാതെ അവളെ സമാധാനിപ്പിക്കും. പിന്നീട് കാണിക്കുന്നത് വർഷങ്ങൾ കഴിഞ്ഞാണ്. വർഷം 2000.